അജ്മലിന്റെ മിക്സ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. അതോടെ അജ്മലിന്റെ ഈ സ്റ്റേജിലെ ഓൾ പെർഫോമൻസസ് ആർ ഡൺ. ശരത് സർ, എങ്ങനെ തോന്നി? അജ്മലിന് ഇഷ്ടമായോ പാടിയത്? ഇല്ല. വീട്ടിൽ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാവും. മോനെ ആ ഓങ്കാരനാഥ് തൊട്ട് കുറച്ചത് കുറച്ചുകൂടെ രാഗഭാവം വരണമോ പാടുമ്പോ കേട്ടോ. ആ തെണ്ടൽ വന്ന് എന്നെ തൊടും ആഹാ സത്തം ഒരു എക്സ്പ്രഷൻ ആഹാ സത്തം അതെന്തോന്ന് ആഹാ ഓഹോയാത് തിണ്ടൽ വന്ന് എന്നെ തൊടും ആഹാ സത്തം നിന്റെ മുത്തം വീടും. ഓക്കെ, പകലെ പോയി വിടുന്ന് പാടിക്കുമോനെ. പകലേ പോയി വിട്, പകലേ പോയി വീട്. അത്രേ ഉള്ളൂ. പോയി അതില്ല, പോയി വീട്. അത്രേ ഉള്ളൂ കേട്ടോ. അത് ചാടി കയറി പാണ്ട. അച്ചു വെള്ളമാണ് കേട്ടോ. അച്ചു വെള്ളമല്ല, ഏഴാം കടൽ. അതെന്തോ ഒക്കെ ആയിരുന്നു. അതെന്താണ് മോന് പറ്റി? അവിടെ ഒരു വലിയ കൺഫ്യൂഷൻ. അതൊന്ന് പിടിച്ചു വരുമ്പോഴത്തേക്ക് ഒരു പുരുഷായുസ് കഴിഞ്ഞ് അതിന്റെ ഒരു സെറ്റപ്പ്. ഓക്കെ, പാല ആ ലാവെല്ലാം അങ്ങ് പിടിച്ചല്ലേ. പാലല്ല ഇന്നസെന്റ് എന്നെ കേട്ടോ ഓടിച്ചിട്ടടിക്കും കേട്ടോ. മക്കളെ ആകാശദീപം എന്റെ ഒരു പാട്ട് കൊണ്ട് പാടിയൊരു സന്തോഷമുണ്ട്. അത് കുറെ നന്നായിട്ട് പാടിയെങ്കിൽ കൊള്ളായിരുന്നു. മൗനരാഗമുതിരുന്ന എന്തോ ലിറിക്ക് ഉണരുമല്ലേ? എന്താ മോൻ പാടി? എന്താണ് ഉണരുവാണ് പാടിയ? ആണോ? മൗനരാഗമണിയും താരിളം തെന്നലേ പൊൻപരാഗമിളകും വാരിളം പൂക്കളെ അല്ലേ അതിന്റെ എക്സ്പ്രഷൻ. പിന്നെ അത് കഴിഞ്ഞ് പാടി വരും നദിയും കോഴേരും. അത് മോര് വേറെ എന്തോ പോലെ പാടുന്നു. എങ്ങനെ പാടിയ? നദിയും നദിയും അത് ശരി. ഓക്കെ, ഇതൊക്കെ ശരിയാക്കണം അജ്മലെ. ഏഴാമത്തെ സ്റ്റേജ് അല്ലേ, കൊച്ചു പയ്യനല്ലേ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു ശരത് സർ. ശ്രീയേട്ടാ, എന്റെ ഒരു ചെറിയ അഡ്വൈസ്, അതായത് നമ്മളെല്ലാ പാട്ടും ഒരേ ടോണിൽ പാടിയിട്ട് കാര്യമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതാണ്. എത്ര 8 പാട്ടോ 10 പാട്ട്. ഈ 10 പാട്ടിനും യാതൊരു വ്യത്യാസവും പാടിയതെല്ലാം ഒരേ ടോണിലാണ്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. ഓരോ പാട്ടിനും ഓരോ റെൻഡറിങ് സ്റ്റൈലുണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്. ആ രീതി വേണം പാടാൻ. പിന്നെ രാഗഭാവം. ഇപ്പൊ ആദ്യം പാടിയത് തന്നെ ചുമ്മാ വെറുതെ ഒന്ന് പാടിക്കുക. അത് അതിന് സന്താനമൗഗാനമേ ഗമകത്തിന് വരെ ഒരു ശങ്കരാഭരണമു ഭരണമു. ഇത് ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് ഇതിങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇത് നമുക്ക് കയ്യിലോട്ട് വരത്തുള്ളൂ. ചെറുപ്രായമാണ്. ഈ ഐഡിയ ശാസ്ത്രങ്ങളൊന്നും ഇല്ലെങ്കിലും ഇനി നന്നായിട്ട് പോയി പഠിക്കാൻ ശ്രമിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ചാലേ അജ്മൽ നന്നായിട്ട് മെലഡി സോങ്സ് വളരെ ഭംഗിയായിട്ട് പാടും. ഏത് പക്ഷെ ഇങ്ങനത്തെ ഐറ്റംസ് വരുമ്പോഴത്തേക്ക് ഒരു പാളിച്ച അവിടെ കാണുന്നു. അത് ഇന്ന കുഴപ്പങ്ങൾ കൊണ്ടാണ് കേട്ടോ. അത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ മാറ്റണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്രീയേട്ടാ. ചിത്ര ചേച്ചി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞു. ഞാനും എഴുതി വെച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇപ്പൊ ഗാനമേ അവിടെ, അതുപോലെ മോനെ ശ്രീഹരിപദ കമല അവിടെ ശരിയായില്ല. രാഗരത്ന നായിക അല്ല, മാലിക നായിക എന്ന് പറഞ്ഞു. പിന്നെ തെണ്ടൽ വന്ന് പാടിയത് എനിക്ക് അത്ര കംഫർട്ടബിൾ ആയില്ല എന്ന് തോന്നി. പക്ഷെ വേറെ പ്രശ്നം തോന്നിയില്ല. ഈ ചില പാട്ട് പാടുമ്പോ അജ്മൽ എല്ലാം വളരെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ ആണ് പാടുന്നത്. ഫോക്ക് പാടുമ്പോ കുറച്ച് ആ സ്റ്റൈൽ വരണം. പൂവാളൊരു പോട് പോട്ട സെൽവ കാട്ട്, അത് കുറച്ചൊരു എന്താ പറയാ വേറെ സ്റ്റൈൽ പറഞ്ഞു. അതുപോലെ അത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല. അത് കേൾക്കണം കേട്ടോ, അത് കേട്ട് പഠിക്കണം. പാടുന്നവരാരെ വീട്ടിലുള്ളത്? അച്ഛനാണോ അമ്മയാണോ? ചെറുതായിട്ട് പാടും. അപ്പൊ ആരും കറക്റ്റ്, ഇതൊക്കെ എല്ലാവരുടെ മനസ്സിൽ പാടി പതിഞ്ഞു കിടക്കുന്ന പാട്ടാണ്.
അപ്പൊ അതെന്താ അവരാരും കറക്റ്റ് ചെയ്ത് തരാത്തെന്ന് ഞാൻ ആലോചിച്ചാ പാടി വരും അവിടെ പാടി വരും നദിയും കുളിരും പിന്നെ കളരും പോലെ നിന്ന് മോൻ തമ്മിലൊന്നായി എന്നൊക്കെ പറഞ്ഞു. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അറ്റൻഷൻ ഒരുപാട് കൊടുത്തില്ല. മോൻ പഠിച്ചപ്പം വളരെ കെയർഫുൾ ആയിട്ട് പഠിച്ചില്ല അല്ലേ? ഓൾ ദി ബെസ്റ്റ് എനിവേ. കാരണം ഇനി കുറച്ചുകൂടെ സീരിയസ് ആവണം കേട്ടോ. അതിന്റെ സമയം കഴിഞ്ഞു. താങ്ക് യു ചേച്ചി. കാവേരി സോങ് സെലക്ട് 24. 24 and Kaveri out of 10. 7. 7. 72 plus 7, 79. ജഡ്ജസ് നൽകിയത്. എനിക്കിന്ന് പ്രതീക്ഷിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല. ജഡ്ജസ് കുറച്ച് തെറ്റുകളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത സ്റ്റേജിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടെല്ലാം വേണം. അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരും SMS അയക്കണം. SMS അയക്കേണ്ട ഫോർമാറ്റ് ISS സ്പേസ് അജ്മൽ AJMAL.